എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് അതുപോലെ ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസുകളാണ് ഈ ഒരു വീഡിയോയിൽ. എങ്ങനെയാണ് ഈ ഒരു GNM അതുപോലെ ANM കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ്, അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് ഇതിൻ്റെ അഡ്മിഷൻ കിട്ടുക, അതുപോലെ തന്നെ എവിടെയാണ് ഇതിൻ്റെ ജോലി ഒക്കെ, അതായത് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ജോബ് കിട്ടുക, ഇതുപോലുള്ള ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഹയർ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും, അതായത് ഇതിൻ്റെ ഉന്നത തലത്തിലേക്കുള്ള പഠനങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഈ ആരോഗ്യവകുപ്പിൻ്റെ ഡയറക്ടറുടെ വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് ഈ ഒരു കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകൾ, അത് ഗവൺമെൻറ് കോളേജല്ല GNM സ്കൂളുകളിലേക്കുള്ള ഈ ഒരു അപേക്ഷയുടെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ രണ്ട് വെബ്സൈറ്റുകളാണുള്ളത്. ഒന്ന് dme.kerala.gov.in എന്നുള്ള ഒരു ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ വെബ്സൈറ്റാണ്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഈ ഒരു SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഈ ഒരു, അതായത് GNM സ്കൂളുണ്ട്, അവിടേക്കുള്ള ആ ഒരു അഡ്മിഷൻ ആ ഒരു വെബ്സൈറ്റ് വഴിയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു നിങ്ങൾ SC/ST വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് കൂടി പരിശോധിക്കുക. അതായത് dme.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ്, അതായത് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ വെബ്സൈറ്റാണത്. അതുപോലെ തന്നെ ഈ ഒരു SC/ST വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മറ്റു വിഭാഗത്തിൽ, അതായത് മറ്റ് കാറ്റഗറി വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ, ജനറൽ കാറ്റഗറിയിലും അതുപോലെ മറ്റ് SC/BC വിഭാഗത്തിലൊക്കെ ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ, SC/BC എന്ന് പറയുമ്പോൾ അതിൽ കുറേ വിഭാഗമുണ്ട്. അപ്പോൾ അതുപോലെ SC/ST ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. അത് അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന GNM കോഴ്സിൻ്റെയൊക്കെയുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്ന വെബ്സൈറ്റാണ് dhs.kerala.gov.in, അതായത് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിൻ്റെ വെബ്സൈറ്റാണിത്. അപ്പോൾ അതായത് ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ വെബ്സൈറ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് GNM അതുപോലെ ANM സ്കൂളുകളിലേക്ക് അഡ്മിഷൻ നേടാനായിട്ട് ഈ ഒരു വെബ്സൈറ്റുകൾ ഉപയോഗിക്കാം. നിങ്ങൾ പ്രൈവറ്റ്, അതായത് ഈ ഒരു സ്വകാര്യ GNM സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതത് GNM സ്കൂളുകളിൽ നേരിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഏകദേശം മെയ് ജൂൺ മാസത്തോടെയാണ് ഇതിൻ്റെ ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആരംഭിക്കുക. അതായത് നിങ്ങളുടെ ഈ ഒരു +2 ആണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത്. അതായത് +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതുപോലെ ഇംഗ്ലീഷ് എന്നിവ പാസ്സായിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഈ ഒരു കോഴ്സുകൾ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ലഭ്യമല്ല, അതായത് അവരുടെ അഭാവം ഉണ്ട് എങ്കിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടും. അതായത് ഈ ഒരു ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഇതിന് അപേക്ഷ സമർപ്പിക്കാം. എന്നാൽ ഈ ഒരു കൊമേഴ്സ് അതുപോലെ ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കുറവാനാണ് സാധ്യതകൾ. കാരണം ഈ ഒരു സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾ തന്നെ ധാരാളം ഇതിന് അപേക്ഷിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കായിരിക്കും മുൻഗണന കിട്ടുക. അതായത് ഈ ഒരു കാര്യം പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, സയൻസ് പഠിച്ച വിദ്യാർത്ഥികളുടെ അഭാവം ഉണ്ട് എങ്കിൽ മാത്രം നിങ്ങൾക്ക് കൊമേഴ്സ് അതുപോലെ ഹ്യൂമാനിറ്റീസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു GNM അതുപോലെ ANM കോഴ്സുകളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കും. ഇനി ഇതിൻ്റെ അപേക്ഷ എങ്ങനെയാണെന്ന് പറയാം. അപേക്ഷ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റ് വഴി വരും, അതുപോലെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റ് വഴി വരും. എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ എന്ന് പറയുന്നത് ഓഫ്ലൈൻ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതുപോലെ ഈ ഒരു വെബ്സൈറ്റിൽ, അത് ഏകദേശം മെയ് ജൂൺ മാസത്തിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു DHS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സൈഡിലായിട്ട് 3 ലൈൻസ് കാണാൻ പറ്റും, അത് മെനു ബാർ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡ്സ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡൗൺലോഡ്സ് ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗമുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ജസ്റ്റ് ഞാൻ കഴിഞ്ഞ വർഷത്തെ അതിൻ്റെ ഒരു ലിങ്കിൻ്റെ ആ ഒരു ഭാഗം കാണിച്ചു തരാം. അതായത് ഇവിടെ കാണാം ജനറൽ നഴ്സിംഗ് കോഴ്സിൻ്റെ 2024 വിജ്ഞാപനം, പ്രോസ്പെക്ടസ്, അപേക്ഷാ ഫോറം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് എത്ര സ്കൂളുകളിലേക്ക് അപേക്ഷിക്കാം എന്നുള്ള, അതായത് നിങ്ങൾക്ക് എത്ര സ്കൂളുകളിലേക്ക് വേണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ടോട്ടൽ 15 GNM സ്കൂളുകളാണ് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നത്. അതുപോലെ SC/ST വിഭാഗത്തിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് രണ്ടോ മൂന്നോ, അതായത് 3 ഉണ്ട്, 3 ഈ ഒരു GNM സ്കൂളുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് dme.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് അഡ്മിഷൻ നടത്തപ്പെടുന്നത്. അതുപോലെ തന്നെ DHS വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് 15 GNM സ്കൂളുകളുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളായിരുന്നാലും നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷ എന്ന് പറയുന്നത് ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അതുപോലെ പ്രോസ്പെക്ടസിൽ എങ്ങനെ അപേക്ഷ സമർപ്പിക്കണം എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അതിൽ നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ നിങ്ങളുടെ SSLCയുടെ ആ ഒരു SSLC സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി, അതായത് ഫോട്ടോസ്റ്റാറ്റ്, അതുപോലെ +2ൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ്, റിസൾട്ടിൻ്റെതാണെങ്കിൽ റിസൾട്ടിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ്, അതുപോലെ എന്തൊക്കെ അതിനോടൊപ്പം ഉൾക്കൊള്ളിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് അതത് വർഷത്തെ പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ടാകും. എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഈ ഒരു GNM സ്കൂളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നേരിട്ട് പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ തൊട്ടടുത്തല്ല ഈ ഒരു GNM സ്കൂൾ എങ്കിൽ നിങ്ങൾക്ക് തപാൽ മുഖേന, സ്പീഡ് പോസ്റ്റ് മുഖേന നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഒരു നിശ്ചിത ഡേറ്റിനുള്ളിൽ അവിടെ അപേക്ഷ നിങ്ങളുടെ എത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ DME വെബ്സൈറ്റ് വഴി SC/ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ അപേക്ഷിക്കുന്ന സമയത്ത് ഡയറക്ടറേറ്റിലേക്കാണ് ഇതിൻ്റെ ഒരു അപേക്ഷ അയക്കേണ്ടി വരിക. അപ്പോൾ നിങ്ങൾ സ്പീഡ് പോസ്റ്റിൽ ഇന്ന ദിവസത്തിനുള്ളിൽ എത്തുന്ന രീതിയിൽ
ആ ഒരു അപേക്ഷ, നിങ്ങളുടെ അപേക്ഷയിലെ എല്ലാവിധ ഡീറ്റെയിൽസ് എന്തൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കണം, എന്തിൻ്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റ് വെക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നോക്കി അതൊക്കെ ഉൾക്കൊള്ളിച്ച് വേണം നിങ്ങളുടെ ആ ഒരു സ്പീഡ് പോസ്റ്റ് ആയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് എന്ന് പറയുമ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് BSc നഴ്സിംഗിന് ഈക്വൽ ആണോ എന്നുള്ളത്. BSc നഴ്സിംഗിന് ഈക്വൽ ആണോ എന്ന് ചോദിച്ചാൽ BSc നഴ്സിംഗിൻ്റെ തൊട്ടു താഴെയുള്ളൊരു പോസ്റ്റാണ്, അതായത് ഒരു കോഴ്സാണ് ഈ ഒരു ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ്. അത് ഈ ഒരു BSc നഴ്സിംഗ് പഠിച്ച ആൾക്കാരെ ആവശ്യമുള്ളത്ര തന്നെ ഈ ഒരു ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് പഠിച്ച് ഒരു ജോബ് ചെയ്യുന്ന ആളുകളെ ആവശ്യമായിട്ട്, അതായത് മെഡിക്കൽ മേഖലയിൽ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ജനറൽ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഏകദേശം നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. ഏകദേശം ഗവൺമെൻറ്റിൽ ഏകദേശം ഒരു 20,000-ന് മുകളിലോട്ട് സാലറി കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് ഈ ഒരു ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി GNM കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ സ്ഥാപനം അനുസരിച്ചും അതിൻ്റെ ഒരു സാലറിയിലും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ അപേക്ഷിക്കാമെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ വരുന്നത് ഈ ഒരു മെയ്, അത് +2 റിസൾട്ട് വന്ന ശേഷം ഏകദേശം ഒരു മെയ് ജൂൺ മാസത്തിലൊക്കെയാണ് ഇതിൻ്റെ അപേക്ഷ വരാറുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ, എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്നുള്ളത് പ്രോസ്പെക്ടസ് നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ പ്രൈവറ്റ് GNM സ്കൂളുകളിലാണ് അഡ്മിഷൻ നേടുന്നതെങ്കിൽ അതത് പ്രൈവറ്റ് സ്കൂളുകളിൽ നേരിട്ട് പോയിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. അതും ഏകദേശം മെയ് മാസം മുതൽ തന്നെയാണ് ആരംഭിക്കുക. അവിടെ നേരിട്ട് പോയിട്ട് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. അവിടെ പോയിട്ട് ഫോം വാങ്ങി ഫില്ല് ചെയ്ത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, +2 സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ ആധാർ കാർഡിൻ്റെ കോപ്പി വേണമെന്നറിയില്ല, പക്ഷേങ്കിൽ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് 2 ഫോട്ടോ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ പ്രൈവറ്റായിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ നേരിട്ട് പോയിട്ട് നിങ്ങൾ ഈ ഒരു പ്രൈവറ്റ് GNM സ്കൂളുകളിൽ അപേക്ഷ സമർപ്പിക്കണം. അതായത് ഏകദേശം 200ഓളം അപേക്ഷ മാത്രമാണ്, അതായത് എല്ലാ GNM സ്കൂളുകളിലും അത്രേ സീറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷകൾ നിങ്ങൾ നേരിട്ട് തന്നെ, അതായത് പെട്ടെന്ന് തന്നെ നൽകേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ ഈ ഒരു അപേക്ഷ സമർപ്പിച്ച ശേഷം, നിങ്ങൾ ഗവൺമെൻറ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഈ ഒരു 15ഓളം ഈ ഒരു GNM സ്കൂളുകളുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എവിടെ അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിലും നിങ്ങൾ അപേക്ഷാ ഫോമിൽ കൃത്യമായിട്ട് ഓരോ സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും. അതിനനുസരിച്ച് ടിക്ക് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു GNM സ്കൂളിൽ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു GNM സ്കൂളിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും. പിന്നീട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടും. അതായത് ഈ ഒരു പ്രൈവറ്റിലായാലും ഗവൺമെൻറ്റിലായാലും ഈ ഒരു അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളെ വെച്ചിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ഈ ഒരു അപേക്ഷയ്ക്ക് ഫീസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 300 രൂപയോളമാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷാ ഫീസ് ഇനത്തിലായിട്ട് വരിക. അപ്പോൾ അതായത് പ്രൈവറ്റ് ആണെങ്കിൽ അവിടെ ആ ഒരു ഏത് ഹോസ്പിറ്റലിന് കീഴിലുള്ള GNM സ്കൂളിലാണോ നിങ്ങൾ പോകുന്നത് അതിനനുസരിച്ച്, അതായത് 300 രൂപയോളം ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസ് ഇനത്തിൽ നിങ്ങൾക്ക് ചിലവാകുന്നതാണ്. അതുപോലെ ഗവൺമെൻറ്റിലാണെങ്കിൽ ഏകദേശം 275 രൂപയാണ് അപേക്ഷാ ഫീസ് ഇനത്തിൽ വരുന്നത്. അതുപോലെ പിന്നീട് നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് എക്സ്ട്രാ ചിലവും കാര്യങ്ങളും വരുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ അപേക്ഷ എന്ന് പറയുന്നത്. നിങ്ങളിങ്ങനെ അപേക്ഷ സമർപ്പിച്ച് ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം പിന്നീട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അതായത് ഇന്ന ദിവസം ഇൻ്റർവ്യൂ ഉണ്ട്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. നിങ്ങളെ അവിടെ സെലക്ട് ചെയ്യും. അത് നിങ്ങളുടെ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ വെരിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാനായിട്ടുള്ള അവസരം നൽകും. ചില വിദ്യാർത്ഥികൾ ഈ രീതിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് BSc നഴ്സിംഗ് കോഴ്സിന് അപേക്ഷ സമർപ്പിക്കുകയും അങ്ങനെ അവർക്ക് അതുവഴി അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് BSc നഴ്സിംഗ് കോഴ്സിലേക്ക് മാറാറുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യും മുമ്പായിട്ട് ഈ രീതിയിൽ മാറേണ്ടതായിട്ട് വരും. കാരണം അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതിനുശേഷമാണ് നിങ്ങൾ ഈ ഒരു കോഴ്സിൽ നിന്ന് മാറുന്നതെങ്കിൽ പെനാൽറ്റി ആയിട്ട് ഒരു നിശ്ചിത പൈസ നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും. അതിന് കാരണം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ അവസരമാണ്. ആ ഒരു രീതിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത ശേഷം അവിടെ നിന്ന് നിങ്ങൾ TC വാങ്ങിക്കുകയാണെങ്കിൽ നഷ്ടപ്പെടുക. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ പെനാൽറ്റി വാങ്ങിക്കുന്നത്. അതേസമയം നിങ്ങൾ അഡ്മിഷൻ ക്ലോസിംഗ് ഡേറ്റിന് മുമ്പായിട്ടാണ് മാറുന്നത്. GNM കോഴ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി, പിന്നീട് നിങ്ങൾക്ക് BSc നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ GNMൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാതെ ഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പെനാൽറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു GNM കോഴ്സ്, അതായത് GNM കോഴ്സ് ഈ ഒരു ANM കോഴ്സിന് ഈക്വൽ ആണ്, അതായത് GNM കോഴ്സ് ANM അല്ല ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിന് ഈക്വൽ ആണോ എന്നത്. അപ്പോൾ GNM കോഴ്സ് എന്ന് പറയുമ്പോൾ BSc നഴ്സിംഗ് കോഴ്സിൻ്റെ കീഴിൽ വരുന്ന മറ്റൊരു, അതായത് കീഴിലല്ല, BSc നഴ്സിംഗിനേക്കാൾ കുറച്ച് താഴെ വരുന്ന ഒരു കോഴ്സാണ് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ്. അതായത് BSc നഴ്സിംഗ് പഠിച്ച ഒരാൾ എത്രത്തോളം ആരോഗ്യ മേഖലയ്ക്ക് ആവശ്യമുണ്ട് അതേ രീതിയിൽ തന്നെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് പഠിച്ച ഒരാളെയും ഈ ആരോഗ്യ മേഖലയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് GNM കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് BSc നഴ്സിംഗ് കോഴ്സിന് ഈക്വലായിട്ട് നിങ്ങൾക്ക് യോഗ്യത ആവശ്യമായിട്ടുണ്ട്, അതായത് ആ രീതിയിൽ നിങ്ങൾക്ക് യോഗ്യത വേണം എന്ന് തോന്നുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ PBBSc നഴ്സിംഗ്, അതായത് പോസ്റ്റ് BSc നഴ്സിംഗ് എന്നുള്ള ഒരു കോഴ്സ് ഉണ്ട്. അതായത് ഈ ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ ലാറ്ററൽ എൻട്രി കോഴ്സാണ്. അപ്പോൾ ലാറ്ററൽ എൻട്രി എന്ന് പറയുമ്പോൾ നേരിട്ട് സെക്കൻഡ് ഇയറിലേക്ക് BSc നഴ്സിംഗ് കോഴ്സ്, BSc അല്ല ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് 50% മാർക്കോടുകൂടി കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് പഠിക്കുന്ന സമയത്ത് 50%-ലധികം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക്
പിന്നീട് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിവിധ സെൻറ്റേഴ്സ് ഉണ്ട്, എയിംസ് ഉണ്ട്, അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ വിവിധ ഈ ഒരു കോളേജുകൾ BSc നഴ്സിംഗിൻ്റെ കൂടെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജനറൽ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പോസ്റ്റ് BSc നഴ്സിംഗ് കൂടി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ യോഗ്യത എന്ന് പറയുമ്പോൾ BSc നഴ്സിംഗിന് ഈക്വൽ ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു ജനറൽ നഴ്സിംഗ് പഠിച്ചാലും അതുപോലെ പോസ്റ്റ് BSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാലും അതുപോലെ BSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് അതായത് മറ്റൊരു രാജ്യത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും. അതിന് ആയിട്ടുള്ള അതായത് ഈ ഒരു നഴ്സിംഗ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു GNM പോസ്റ്റ് ബേസിക് നഴ്സിംഗിൻ്റെ യോഗ്യത എന്ന് പറയുമ്പോൾ അതിൽ ജനറൽ നഴ്സിംഗ് കോഴ്സ് 50% മാർക്കോടുകൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. SC ST വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് യോഗ്യത ഈ ഒരു മാർക്കിൽ കുറവുണ്ടാകും. അതായത് ഏകദേശം ഒരു 45 ആ രീതിയിൽ % മാർക്ക് മതിയാകും ഈ ഒരു SC ST വിഭാഗമാണെങ്കിൽ. അത് ഓരോ സമയത്തെയും നിബന്ധനകൾ അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു എത്ര % മാർക്ക് നിങ്ങൾക്ക് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാനായിട്ട് ആവശ്യമുള്ളതെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജനറൽ നഴ്സിംഗ് കോഴ്സിന് അഡ്മിഷൻ നേടാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ +2 റിസൾട്ട് വന്ന ശേഷം അതായത് മെയ് പകുതിയോടെ ഈ ഒരു GNM കോഴ്സിലേക്കുള്ള പ്രൈവറ്റ് കോളേജുകളിലെ അതായത് പ്രൈവറ്റ് GNM സ്കൂളുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ ആരംഭിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പ്രൈവറ്റിലാണ് അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് GNM സ്കൂളുകൾ എവിടെയൊക്കെയാണുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ പോയിട്ട് ആ ഒരു പ്രൈവറ്റ് GNM സ്കൂളിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഫോം വാങ്ങുക. ആപ്ലിക്കേഷൻ ഫോം വാങ്ങുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫീസ് 300 രൂപയോളം വാങ്ങിക്കും. അപ്പോൾ ആ ഒരു ഫീസ് നൽകി ഈ ഫോം വാങ്ങിക്കണം. അതിനുശേഷം നിങ്ങൾ ഫില്ല് ചെയ്ത് അതിൽ ഫോട്ടോ ഒട്ടിച്ച് നിങ്ങളുടെ SSLC +2 അതുപോലെ മറ്റെന്തെങ്കിലും ഡോക്യുമെൻസിൻ്റെ കോപ്പി ഫോട്ടോസ്റ്റാറ്റ് വേണമെങ്കിൽ അതുകൂടി നൽകിയ ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. ഗവൺമെൻറ് കോളേജല്ല GNM സ്കൂളുകൾ അതുപോലെ NM സ്കൂളുകളിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അതായത് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓഫ്ലൈൻ ആയിട്ട് തന്നെയാണ്. അതായത് ഒന്നുകിൽ നിങ്ങൾ നേരിട്ട് ഈ ഒരു 15 സെൻറ്ററിലേക്കും നിങ്ങൾ ഓപ്ഷൻ ഈ ഒരു അപേക്ഷാ ഫോമിൽ നൽകാനുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ നൽകിയ ശേഷം ഏതെങ്കിലും ഒരു GNM സ്കൂളുകളിൽ അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും. അത് നിങ്ങൾ നേരിട്ട് കൊണ്ടുപോയി നൽകുകയോ അതല്ലെങ്കിൽ ഒരു നിശ്ചിത ദിവസം അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റിന് ഇന്ന ദിവസത്തിനുള്ളിലായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ എത്തണമെന്ന് പറയും. അപ്പോൾ ആ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾ അവിടെ നേരിട്ട് എത്തിക്കുകയോ അല്ലെങ്കിൽ തപാൽ മുഖേന അയക്കുകയോ ചെയ്താൽ മതിയാകും. അതായത് പോസ്റ്റ് ഓഫീസ് മുഖേന അയക്കുകയോ സ്പീഡ് പോസ്റ്റായിട്ട് അയക്കുകയോ ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ DME നടത്തുന്ന ഈ ഒരു ജനറൽ നഴ്സിംഗ് മിഡ്വൈഫറി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടപടിയിലേക്ക് ഈ ഒരു SC ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടുള്ള 3 GNM സ്കൂളുകളുണ്ട്. അപ്പോൾ അവിടെ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു DMEയുടെ അതായത് ഈ ഒരു അതായത് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിലേക്ക് നേരിട്ടാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ട് വരിക. അത് നേരിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരിട്ട് പോയി കൊണ്ടുപോയി നൽകണം എന്നുള്ളതല്ല. ഒന്നുകിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ നൽകാം, അതല്ലെങ്കിൽ തപാൽ മുഖേന ഇന്ന ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടേക്ക് അയച്ച് നൽകിയാൽ മതിയാകും. അതായത് ആ ഒരു ദിവസത്തേക്ക് എത്തുന്ന രീതി അതിനു മുമ്പായിട്ട് എത്തുന്ന രീതിയിൽ നിങ്ങൾ അയച്ച് നൽകിയാൽ മതിയാകും. ഇങ്ങനെ നൽകുന്ന അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും പിന്നീട് നിങ്ങളെ അതിന് ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുകയും ചെയ്യും. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ വെരിഫൈ ചെയ്ത് നിങ്ങളെ അതിൽ അവിടെ ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നൽകുന്നത് ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നീട് GNM കോഴ്സ് 50% മാർക്കോടുകൂടി കംപ്ലീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് പോസ്റ്റ് ബേസിക് നഴ്സിംഗ് അതായത് PB BSc നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ BSc നഴ്സിംഗ് കോഴ്സിന് ഈക്വലാവുന്നതും പിന്നീട് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് വിദേശങ്ങളിലും മറ്റും ജോലി ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതും ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഏതൊരു കോഴ്സിന് ചേരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 50% മുകളിലായിട്ട് മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഏത് കോഴ്സ് പഠിച്ചതുകൊണ്ടും പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ജോലി കിട്ടുക നിങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലും ഒക്കെ കിട്ടും. അപ്പോൾ ഏതൊക്കെ ഈ ഒരു ഹോസ്പിറ്റലുകളാണ് എന്നുള്ളതൊക്കെ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഈ ഒരു നിങ്ങളുടെ സാലറിയും കാര്യങ്ങളൊക്കെ ഇരിക്കുക. ഗവൺമെൻറ്റിലാണെങ്കിൽ ഏകദേശം ഒരു 20,000-ലധികം സാലറി ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പ്രൈവറ്റ് ആണെങ്കിൽ ഏകദേശം നിങ്ങൾക്കൊരു 15,000-ൽ കൂടുതൽ സാലറി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ